അപ്പോൾ എന്തായാലും നമ്മുടെ സിനിമ റിലീസിന് ഒരുങ്ങാണ്. എന്താണ് 3 പേർക്ക് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമാണ്. കാരണം നമ്മൾ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് ഒരു ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും മറ്റേ സിനിമകളുടെ അവസരമൊക്കെ തേടി നടക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഇതൊക്കെ കണ്ട് പ്രൊഫൈൽ കണ്ടിട്ട് നമ്മളെ ചിത്രത്തിലേക്ക് വിളിക്കുകയും നല്ലൊരു വേഷം. കാരണം തുടക്കം പലർക്കും ചെറിയ കൂട്ടത്തിൽ നിൽക്കുക അങ്ങനെയൊക്കെയുള്ള വേഷമായിരിക്കും കൂടുതലും കിട്ടും. അത്യാവശ്യം ത്രൂട്ട് ഒരു വേഷം തരികയും അത്യാവശ്യം അദ്ദേഹം ഒരുപാട് നമ്മൾ ട്രെയിൻ അപ്പം ഒരു സിംഗർ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും ഒരുപാട് കാര്യം മനസ്സിലാക്കിയൊക്കെ നമുക്ക് ഈ ചിത്രം പറ്റി. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചിത്രത്തിന് ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ ഒരു ട്രെൻഡിനനുസരിച്ചല്ല, ഇന്നത്തെ 75-ലെ ഒരു കഥയാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ദരിദ്രാവസ്ഥയുണ്ട്, ഒരു പ്രണയമുണ്ട്, പ്രണയത്തിനെ സംബന്ധിച്ച് മറ്റു പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ലൊരു ചിത്രമായിരിക്കും. അതായത് തന്നെ പോയി കാണണം. എന്താണ് പറയാനുള്ളത്? ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് സിനിമയാണെല്ലാം. അതായത് ഞാൻ എൻ്റെ ഓർമ്മ വെച്ച നാളുകളിൽ അതായത് സിനിമയിൽ എത്തിപ്പെടുക, സിനിമ മാത്രമായിട്ട് ജീവിക്കുക എന്ന്. അതായത് എൻ്റെ വീട്ടിലൊക്കെ എങ്ങനെ സപ്പോർട്ടാണോ? വീട്ടിൽ അത്യാവശ്യം സപ്പോർട്ടാണ്. ഇപ്പോൾ എൻ്റെ ഹോബീസ് എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ സിനിമ ആണല്ലോ തന്നെയാണ്. എനിക്ക് സിനിമ ഒഴിച്ചു വെച്ച എൻ്റെ ലൈഫിൽ എനിക്ക് പറയാനായിട്ടൊന്നുമില്ല. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. എന്തായാലും ഇവിടെ നിന്ന് എനിക്ക് ഒരുപാട് മുന്നോട്ട് വരണം. അപ്പം എല്ലാവരുടെ സപ്പോർട്ട് വേണം. എന്തായാലും ഈ സിനിമ എന്തായാലും കാണുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക്. കാരണം ഇപ്പം നമുക്ക് എന്തായാലും ഇപ്പോഴത്തെ ഒരുപാട് സിനിമകൾ, ഇപ്പോൾ പഴയ കാലഘട്ടം കാണിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്. അവരൊക്കെ മിസ് ചെയ്തു പോയ പല കാര്യങ്ങളും നമുക്കിത് കാണിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കും. ഇതെന്തായാലും കാണുന്നത് കൊടുത്ത പൈസയ്ക്ക് അത് മുതലാവും. തുടക്കം തന്നെ ആലപ്പി സാറിൻ്റെ പടത്തിൽ ഇങ്ങനെ റോൾ കിട്ടിയത് ഭയങ്കര സന്തോഷം. കാരണം നസീറിനെ വെച്ച്, ലാലേട്ടനെ വെച്ച്, മമ്മൂക്കെ വെച്ച്, ഒരുപാട് താരങ്ങളെ വെച്ച് സിനിമ എടുത്തിട്ടുള്ള ഡയറക്ടർ സാറാണ്. അവരുടെ ലിസ്റ്റിലേക്ക് തുടക്കം തന്നെ അങ്ങനെ കിട്ടിയത് ഭയങ്കര ഭാഗ്യം. അത് വലിയൊരു ഭാഗ്യമാണ്. ഭാവിയിലും ഇതിലും മികച്ച റോളുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു തുടക്കം. ഇതിലെ ക്യാരക്ടേഴ്സ് ഞങ്ങൾക്ക് 3 പേർക്കും ചേരുന്ന ക്യാരക്ടേഴ്സ് തന്നെ വന്നിരിക്കുന്നത്. എങ്ങനെ കോമഡി ചെയ്യാനാണോ കൂടുതൽ താല്പര്യം? എനിക്ക് മെയിൻലി കോമഡി ചെയ്യാനാണ് താല്പര്യം. ഞാൻ മിമിക്രി ഒക്കെ ചെയ്യാറുണ്ട്. മിമിക്രി ചെയ്യോ? എന്നാലും ഒരു 2 സാധനങ്ങൾ നോക്കട്ടെ. മൈക്കൊന്ന് അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ പ്രേം നസീറിനെ തന്നെ, പ്രേം നസീർ ഒരു പാട്ട് പാടിയാൽ എങ്ങനെയുണ്ടെന്നാണ് ചുട്ടുമരിക്കണ ചൂപാമ്പ് ഒബാമ വന്ന് വിളിക്കൂ. അടുത്തത് പഴയകാല ഉമ്മറിനെ തന്നെ കാണിക്കാം. നമ്മുടെ ഡയറക്ടറെ കാണിക്കോ? ഈസി അല്ലേ? ഡയറക്ടർക്ക് അറിയോ ഇങ്ങനെ മിമിക്രി ചെയ്യുന്ന ഒരാളാണ്? എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചായിരുന്നു. ഫസ്റ്റ് ഓഡീഷന് വിളിച്ചപ്പോൾ തന്നെ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ, നേരത്തെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, മിമിക്രി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ 1-2 ചെയ്യിപ്പിച്ച്. പിന്നെ പുള്ളി പറഞ്ഞ് അതുപോലെ നായകൻ്റെ ഒരു കൂട്ടുകാരൻ ക്യാരക്ടർ ഉണ്ട്, അതിൽ അഭിനയിക്കാം, നിൽക്കാവോ? ഞാൻ പറഞ്ഞു സന്തോഷം. ശരി, ഇന്നത്തെ കാലത്തെ മിമിക്രി ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അഷ്റഫ്. കാരണം തുടക്കകാലത്ത് മിമിക്രിയിൽ നിന്നാണ് അദ്ദേഹം വന്നത്. അതെ, അതാ ഞാൻ പറഞ്ഞ ഇൻസ്പിറേഷൻ ആണെന്ന്. ഇപ്പത്തെ മിമിക്രിയിൽ നിന്ന് ഡബിങ് ആർട്ടിസ്റ്റായി, പിന്നെ ആക്ടറായി, പിന്നെ ഡയറക്ടറായി, ഇപ്പൊ എല്ലാ മേഖലയിലും ഉണ്ട്. ആളുടെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ശരിക്കും പറഞ്ഞ ഭാഗ്യം തന്നെ. ഇതിൽ അഭിനയിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ കുര്യച്ചൻ വാളക്കുടി സാറ് ഹരിഹര നഗർ കണക്കൊരു പടമൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് അതും പുതുമുഖങ്ങളെ വെച്ചായിരുന്നല്ലോ. അവരൊക്കെ മിക്കതും പുതുമുഖങ്ങളായിരുന്നു. മുകേഷ് പിന്നെ ഇപ്പോഴും നമുക്ക് ആ പടം കണ്ട അങ്ങനെ ഒരു പടത്തിന്റെ പ്രൊഡ്യൂസറൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഭാഗ്യം തന്നെ. നമ്മള് പക്ഷേ മാക്സിമം കംഫർട്ടബിൾ ആണോ എന്ന് എപ്പോഴും അന്വേഷിക്കും. ഇപ്പം ഷൂട്ട് കഴിഞ്ഞാലും ഡബിങ്ങിന്റെ ടൈം ആണെങ്കിലും അത് കഴിഞ്ഞിട്ടാണെങ്കിലും വിളിച്ചിട്ട് കണ്ടിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ നല്ല സപ്പോർട്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത് ഒന്ന് പറയും നിങ്ങൾ നല്ലപോലെ ചെയ്ത്, ഇത് എല്ലാം കഴിഞ്ഞപ്പോഴും ഞങ്ങളെ ഫോൺ വിളിച്ച് ഞങ്ങളുടെ അടുത്ത് എല്ലാം പറഞ്ഞു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഡയലോഗ്സ് എടുത്ത് പറഞ്ഞിട്ടൊക്കെ സാർ പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളവർ പറയുമ്പോൾ നമുക്ക് അതെ, അതൊരു ഗംഭീര ഒരു തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സിനിമ റിലീസാകുമ്പോൾ ഒരു ഗംഭീര വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്കും നല്ല നല്ല റോളുകൾ, നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ റോളുകൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ.